ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ചുവന്ന ചീരയാണ്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മൺചട്ടിയിലിട്ട് മാറ്റുക. ഒപ്പം തന്നെ ഒരു സവാളയും കൂടി അരിഞ്ഞ് ചേർക്കുക. ഇനി അടുത്തതായി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഗ്യാസിലോട്ട് വയ്ക്കുക. ഇത് ഞാൻ ഒരുപാട് എണ്ണയോ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ചീര ഞാൻ ആവിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടി ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ചേർക്കുക. ഇതൊരുപാട് അരഞ്ഞു പോവേണ്ട കാര്യം തന്നെ ഇല്ല, ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ചീര പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ശേഷം 2-3 സെക്കൻഡ് ഇത് അടച്ച് വെക്കുക. ഈ അരപ്പും ചീരയും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. അതിനുശേഷം നല്ലതുപോലെ ഈ അരപ്പ് ചീരയിലിട്ട് മിക്സ് ചെയ്ത് ചീരയും അരപ്പും നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് കുറച്ച് നേരം തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലുള്ള ജലാംശമെല്ലാം വറ്റിപ്പോകാൻ വേണ്ടിയാണ്. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കി വയ്ക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരത്തോരനാണ്. ഒരുപാട് എണ്ണയൊന്നും ചേർക്കാത്ത ഒരു ചീരത്തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക.